ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. ഇന്നൊരു മിനി വ്ളോഗ് കണ്ടോക്കിയാലോ. അപ്പോൾ എൻ്റെ ഈ മിനി വ്ളോഗ് ഡേ മൈ ലൈഫ് പോറാന്ന് പറയണോട്ടാ റെഡി. നെക്സ്റ്റ് വേറെ എന്തെങ്കിലും വ്ളോഗിന് ഞാൻ നോക്കാം. സോ ഇതാ മുറ്റത്തിറങ്ങുമ്പോഴത്തേക്ക് ഇതാ ഒരാൾ കാര്യമായിട്ട് കാർ കഴുകുന്നുണ്ട്. ഈ ആഴ്ചല്ലേ, ഈ മാസം രണ്ടാമത്തെ പ്രാവശ്യം ഇക്കായിട്ട് കഴുകുന്നില്ല എന്നിട്ട്. സോ അതാ നേരെ അപ്പോഴത്തേക്ക് ഇക്കാറിന് എനിക്കൊരു തുണി വേണം, പിന്നെ എന്താ പറയുക ഈ ഷാമ്പു അതിൽ എവിടെയോ വെച്ചത് മിസ്സായിരുന്നു ഗൈസ്. പിന്നെ തപ്പലുണ്ടായിരുന്നു. പിന്നെ ഇക്ക പാപ്പായത് കൊണ്ട് പിന്നെ പേടിക്കാനൊന്നും വൈകത്തിയില്ലല്ലോ, കുറേ നേരം തപ്പി കിട്ടിയിട്ടാ. പിന്നെ എന്താ പറയല്, പിന്നെ അപ്പോഴത്തേക്ക് പറഞ്ഞു എനിക്ക് തുണി വേണം എന്ന് പറഞ്ഞു. അന്നൊരു കാര്യം കേൾക്കുമ്പോൾ ഒരു തുണി അത് എടിയോ ചാടി, ഇപ്പോൾ വേറൊരു തുണി. ഈ തുണിയും തപ്പലും ഒരു ടാസ്ക് തന്നെ കേട്ടോ. അതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൽത്തപ്പം ഗൈസ്, കൽത്തപ്പം. പിന്നെന്താ ഈ തുണി ബാക്കി ഇതെല്ലാം മടുക്കാനുള്ളത് കേട്ടോ. അതിനിടയിൽ എന്തെങ്കിലും ഒന്ന് ഇക്കൾക്ക് തോർത്താനുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അപ്പോഴത്തേക്ക് അയ്യൻ്റെ പഴയ തോർത്തുണ്ടായിന് കേട്ടോ. സോ അത് കൊടുക്കാൻ തോന്നി. അപ്പോഴത്തേക്ക് ഈ ബാക്കിലെല്ലാം തൂക്കിയിട്ട് നിങ്ങൾ നോക്കണ്ട ഒന്നുമില്ല. ഇപ്പം തുണി ഉണങ്ങാത്തതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും പിറക്കുണ്ടാവില്ല, റൂമിലും ആടെ ഇടലായാൽ അതെങ്ങനെയൊക്കെ നമ്മൾ ആടെയും ഡൈനിങ് ഹാളിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ എന്താ ഞാൻ കുറച്ച് നേരം ഇക്കൾക്ക് ഹെൽപ്പാക്കി, കുറച്ച് നേരം, അതായത് ഒരു 5 മിനിറ്റ് ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് പോയി കുറച്ചിതായി. പക്ഷേ എന്നെ കൊണ്ടത് പറ്റുന്നില്ല എന്ന് അറിഞ്ഞ പിന്നെ ഞാൻ എന്താക്കി, അവിടെ നിന്ന് മെല്ലെ മാറി. സോ പിന്നെ നമ്മളെ എന്താ പറയില്ലേ, കുറച്ച് സൈഡിൽ നിന്ന് പിന്നെ കുറച്ച് നേരെ ഇരുന്നിരിക്കാനൊക്കെ കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിട്ടാ ഇക്ക് ചോറായിട്ട് പണിയിലുള്ളത്. അതിൻ്റെ ഇടയിൽ ഇന്ന് നമുക്ക് കുറച്ച് സ്ഥലം വരെയെല്ലാം പോവാനുണ്ട്. അപ്പോൾ ഇക്ക ഈ വണ്ടിയെല്ലാം ഫുള്ള് ചെത്തുന്നുള്ളത് പോകുന്നത് കൊണ്ടൊന്നുമില്ല, എന്നാലും നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു പാങ്ങല്ലേ. സോ അതുകൊണ്ടതാ എന്തോ പാങ്ങിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇനി നമ്മളെ പണി ബാക്കിയില്ലേ ഉണ്ട്. അങ്ങനത്തെ ഇനി നമ്മളെ പണിക്ക് തുടങ്ങാട്ടാ. ഇതിങ്ങനെ റോബോട്ട് പണിയുന്നില്ല, ഇതെങ്കിലും റോബോട്ട് പണിയുന്നില്ല പണിയെടുക്കാൻ. എന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അസുഖം തന്നാലെ കൂടിയിട്ട് വരും. അത് വേറെ കാര്യം. എന്തിന് നമ്മളെ കൈക്കാലം ഇപ്പം എങ്കിൽ കുറച്ചെങ്കിൽ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പം നമുക്കുള്ള പണിയെല്ലാം എടുക്കാം. വേറെ റോബോട്ടൊന്നും നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമല്ലേ പറ്റൂ ഈ അസുഖം കൂട്ടാൻ. അപ്പം മറ്റേച്ചാലും നമുക്കൊന്ന് വാങ്ങാനൊന്നും കഴിയില്ല. അസുഖം ഇങ്ങനെയായിട്ട് കുറയുന്നില്ല, അതായിട്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. അത് പൊട്ടി. ഇവ കണ്ടോ, ഒരു ചെരുപ്പ് പൊട്ടിയതാ, ഒരു ചെരുപ്പ് മാത്രം കിടക്കുന്നത്. ഇന്നലെ മുങ്ങാന്ന് രാത്രി മുതൽ നായ ഫോക്സോ എന്തോ ഒരു സാധനം നമ്മളിവിടെ രാത്രി ഫുള്ള് ഫോക്സ് ഉണ്ടാവും കേട്ടോ. ഫോക്സിന് എന്തിപ്പോൾ മലയാളത്തിൽ പറയില്ല, എനിക്കറിയില്ല. പിന്നെ എന്താ പറയല്, ഇത് ചുമ്മുൻ്റെ ഫസ്റ്റ് ഡേ ചെരുപ്പ് കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാം ദിവസം നോക്കുമ്പോഴത്തേക്ക് ഒരു ചെരുപ്പ് ഇരിക്കാനതില്ല. പുതിയ ചെരുപ്പ് ഇട്ടാൽ രണ്ടാളെ പുതിയ ചെരുപ്പ്. സോ അത് രണ്ടാളതും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മുകളിൽ നിന്നൊരു സൗണ്ട്, അമ്മേ ബേബി ഒങ്ങിഞ്ച് എന്ന് പറഞ്ഞേച്ചി. മോള് സ്റ്റെപ്പിൽ നിന്നിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഓൻ്റെ ഇരുന്നിട്ട് കുറച്ച് നേരം എല്ലാം കഥം പറഞ്ഞു. ഇല്ലെങ്കിൽ എൻ്റെക്കാൾ മുമ്പിൽ എണീക്കുന്ന അയ്യന് ഇപ്പോൾ കുറേ ലേറ്റാവും കേട്ടോ എണീക്കുമ്പോൾ. പിന്നെ ഇത് എന്നാലും ഉറക്ക് ശരിയായിട്ടാണ്. പിന്നെ അത് കുറച്ച് നേരം എന്നെ കളിപ്പിച്ച് കഴിഞ്ഞിരുന്ന് ഓനിക്കുണ്ടല്ലോ കണ്ണ് തുറന്ന് പാടും ബാപ്പ കാറ് കഴുകുന്നത് കേട്ടോ കാണുന്നത്. എന്ന് വെച്ചെങ്കിൽ ബാപ്പ കാറ് കഴുകുമ്പോഴത്തേക്കും എനിക്ക് കളിക്കാൻ പറ്റില്ല. കുറച്ച് നേരം എൻ്റെ ഇരുന്നെങ്കിലും ഭയ്യ എന്നൊക്കെ പറഞ്ഞു ഞാനും ഇക്കാനൊക്കെ കാറ് കഴുകാൻ പോകുന്നു എന്നല്ല പറഞ്ഞിട്ട്. പിന്നെ നേരെ പോയിട്ടാ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കസിനിതാ ഇത് കൊണ്ട് തിന്നുന്നുണ്ട്, ആമ്പൽപ്പൂ. അത് എന്നിട്ട് നോക്കണ്ടേ നമ്മൾ മുറ്റത്ത് കുറേ ഇട്ടാൽ കണ്ടത്തിൽ ഫുള്ള് അതന്നെ ഉള്ളത്. അതുകൊണ്ട് അങ്ങോട്ടുള്ള പിള്ളമാരത് എല്ലാം പറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നാളെ വേറെ ആവും. അങ്ങനെ കണ്ട ഫുള്ളുണ്ട്. കാണാൻ എന്ത് രസം എന്നറിയോ, നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. ഇപ്പം അത് ഇങ്ങനെ മുട്ടുണ്ടായത് ഇങ്ങനെ ആയതേ ഉള്ളൂ, ഫ്ലവർ അങ്ങനെ ആയിട്ടുള്ളത്. പക്ഷെ നല്ല രസമായിട്ടാണ്. പിന്നെ ഞാൻ പിള്ളമാരോട് കെഞ്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് തരാം മക്കളെ എന്നല്ല പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ മനസ്സിലും പിള്ളമാർ എന്ത് ചീത്ത പറയുന്നുണ്ടെന്ന് ഒന്നും അറിയില്ല കേട്ടോ. പക്ഷെ കാണാൻ എന്ത് രസമെന്നറിയോ, സ്മെല്ലും നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഓണമെല്ലാം ആയല്ല, ഇനി കാണിയില്ല ഇതൊന്നും. അങ്ങനെ എന്താ പറയുക, പിന്നെ പിള്ളമാർക്ക് എങ്ങനെ എടുത്തിന് അതേ കണക്കെ കൊടുത്തിട്ടാ. ഇതങ്ങനെ തന്നെ, ഇതിന് മുട്ടുണ്ടല്ലോ, നമ്മളൊരു ഗ്ലാസ്സിൽ ഇട്ടിട്ട് വെച്ചെങ്കിൽ പിറ്റേ ദിവസം ഒരു 3-4 ദിവസം നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ മുട്ടാവും, പിന്നെ വീണ്ടും വിരിയും, അങ്ങനെ ആവും കേട്ടോ. പിന്നെ എന്താ കസിനെല്ലാം ഉണ്ടായത് കൊണ്ട് ഭയങ്കര കഥ. വേറൊന്നുമില്ല, നമ്മളെ ബിഗ് ബോസ് സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലോ. സോ അതിനെ കുറിച്ചിട്ട് ഫുള്ള് തള്ളുന്ന തന്നെ കേട്ടാ. എനിക്ക് ഭയങ്കര, ഞാനുണ്ട് തമിഴ്, കന്നഡ, മലയാളം ഈ ബിഗ് ബോസ് എല്ലാം കൊല്ലം നോക്കും. എന്തെന്നറിയില്ല, ഭയങ്കര ക്രേസ്. എനിക്ക് ഡ്രീമുണ്ട് ഒരിക്കൽ ബിഗ് ബോസിൽ പോകണമെന്നല്ല പറഞ്ഞിട്ട്. എന്താക്കാനൊന്നുമില്ല, ജയിക്കാനൊന്നുമില്ല, പൈസ ആക്കാനൊന്നുമില്ല, എനിക്ക് കൽബാൻ പോകണം. അതൊരാഗ്രഹം. സോ എന്താ പറയില്ലേ, പിന്നെ
അവിടെ പശുവിനെ നമ്മൾ കാണിച്ചിട്ട് ട്രോളുന്നുണ്ടായത്. അത് അവർ കസിൻ്റെ ഒരാൾ പേരും പറഞ്ഞിട്ട് പിന്നെ കുറേ നേരം അയ്യന് ഡോക്ടറെല്ലാം ആയിട്ട് അതിൻ്റെ പണി അത് ഇതെല്ലാം നോക്കി പിന്നെ കുറച്ച് നേരം കഥ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ തല ആട്ടുന്നില്ലത്, കാര്യമായിട്ടൊന്നും ഇതാക്കുന്നില്ല. അപ്പോഴത്താണ് കണ്ണിന് പെട്ടത് ആമ്പിൽ പോവല്ല, അതാ ഞാൻ നായെന്ന് വിചാരിക്കും. പക്ഷെ അത് നായല്ല, അത് ഫോക്സാണ്, ഫോക്സ് അല്ലേ? എനിക്കങ്ങനെ തന്നെ കണ്ടിട്ട് അതിനെ നായായിരിക്കുമോ. കുറേ നേരം അവിടെ നോക്കി. ഇവിടെ കുറേ ഫോക്സ് ഉണ്ട് കൈസ്, എന്തെന്നറിയില്ല. അങ്ങനെ അയ്യന്നെയോ അപ്പോഴത്തേക്ക് പാഞ്ഞോണ്ട് പോയിട്ട് ഫോക്സ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ബാക്കിലേ പാഞ്ഞോണ്ട് പോയി. പിന്നെ അതിൻ്റെ ബാക്കിൽ ഉമ്മ അങ്ങോട്ട് പോകുമ്പോൾ ഉമ്മാനെ ബാക്കിൽ പാഞ്ഞു. റബ്ബേ എന്തല്ലോ പേടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. പിന്നെ നമ്മളെ എന്തെന്നറിയോ, ഹിജാബ് ട്രൈ ആക്കി നോക്കുന്നില്ല കേട്ടോ കാസീന്. മറ്റേ എന്ത് ഇത് ഏത് മോജോൻ്റെതാ? മോജോ അല്ലല്ലേ ഇതിനെന്ത് പേരിപ്പാ മറന്നുപോയില്ല എനിക്ക്. ആ ഹിജാബ് കുറച്ച് ട്രൈ ആക്കി നോക്കി. പിന്നെ ഇതാ ഒന്നും തിന്നാത്ത കൊണ്ട് ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് കഴിച്ച് വേറെ ഒന്ന് വെള്ളപ്പൂല് കുടിക്കാൻ എനിക്ക് ഓർമ്മയുണ്ടായിട്ടാ. പിന്നെ ഇതാ നമ്മൾ ഡ്രസ്സ് മാറ്റി ഇനി പോകണം ഗായ്സ്, എവിടെയെങ്കിലും പോകാനുണ്ട്. സോ അതാ ഫുൾ റെഡിയെല്ലാം ആയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഉള്ളിലൊരു ടീഷർട്ടും പിന്നെ മുകളിലൊരു ഡ്രസ്സ്. പിന്നെ അത് അതിന് ഓരോ പൈനാപ്പിൾ എടുത്തിട്ട് ഞാൻ റെഡി ആകുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഓരോന്ന് ഇട്ട് തിന്നുണ്ട് കേട്ടോ. പൈനാപ്പിൾ ഇങ്ങനെ തിന്നിപ്പിച്ചോണ്ടുണ്ടായിന്. പിന്നെ എന്താ ഞാൻ അപ്പോഴത്തേക്ക് റെഡിയാന്നുള്ളത് എൻ്റെ മുഖത്ത് ഫുള്ള് കുരുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് സംഭവം ഒന്നും അറിയില്ല. ഫുൾ ചങ്കിനോടെ മുഖത്ത് ഒരു സൈഡ് ഫുള്ളിങ്ങനെ കുരുവായിട്ട് പൊന്തിയിട്ടുണ്ട്. എന്ത് സംഭവം ഒന്നും അറിയില്ല. ഇപ്പം ഞാൻ എന്തെന്നറിയില്ല, ഇപ്പം ഇടയ്ക്കിടയ്ക്കായി ഞാൻ മോയ്സ്ചറൈസർ ഈ അപ്പോൾ പോകുന്നതല്ല, അപ്പം മറന്നു പോകുന്നു. അപ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ അങ്ങനെ തന്നെ റെഡി ആയിട്ട് പോകും, ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകും. പിന്നെ എന്താ പറയുക, ഓർമ്മ കിട്ടുമ്പോൾ മാത്രം ഈ സൺസ്ക്രീം ഇപ്പോൾ ഒന്നും ഇടലേ ഇല്ല. ഫേസ് പാക്കും അത് ഇതെല്ലാം നിർത്തിച്ച്. പിന്നെ എന്താ പറയുക, ഇനി സ്കിൻ കെയർ എല്ലാം ചെയ്യണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. അതിന് ബെന ഗൈസ്, വേറെ ഒന്നല്ല, മടി പിടിച്ചിട്ടുണ്ടല്ലോ സ്കിൻ കെയർ ഒന്നും ആക്കാൻ ഭയങ്കര ബെന. അതുകൊണ്ട് ഇതാ ജസ്റ്റ് ബ്ലഷും ഐ ഷാഡും അതിന് തന്നെ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിച്ച് നേരെ പോകുന്നില്ലത്. പിന്നെ എന്താ പറയല്ലേ, കസിൻ ഉണ്ടായത് കണ്ട് കസിനെ നമുക്ക് കൊണ്ടാക്കണം കേട്ടോ. പിന്നെ ബാക്കിൽ ഈ കെട്ടുമുട്ടെല്ലാം കണ്ട വേറെ ഒന്നുമല്ല, പത്തെണ്ണം പുട്ടിനെല്ലാം പൊടിക്കാനുണ്ട്. അതിന് കാറിൽ ഇപ്പം ഉമ്മ രാവിലെ ഉണക്കിയിട്ട് വെച്ചിട്ടുള്ളത്. സോ കസിനെ അവിടെ ഇറക്കിയിട്ട് ഓക്ക് ടാറ്റം പറഞ്ഞിച്ച് നേരെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിനെ പാട്ടെല്ലാം തുടങ്ങിയിട്ടാ എനിക്ക് വണ്ടിയിലിരുന്ന പാട്ട്. ആ പാട്ടില്ലെങ്കിൽ എനിക്ക് പറ്റിയില്ല കേട്ടോ, എന്തെന്നറിയില്ല, നമ്മൾ കണക്കായിപ്പോയി. പക്ഷേ ഇക്കൊക്കെ അധികം പാട്ട് കേട്ടെങ്കിൽ പിന്നെ ഒട്ടും കഴിയാതാവും, തലവേദനയിലാവും. അതിനിടയിൽ നമുക്കിതാ നമ്മളെ സ്വന്തം പുത്രനെ നോക്കാൻ പോകണ്ടേ, നമ്മളെ വണ്ടീനെ കുറച്ച് നേരം നോക്കിയിട്ട് എന്നിട്ട് അതിന് ടാറ്റം പറഞ്ഞിച്ച് നമ്മൾ നേരെ പൊടിക്കാൻ കൊടുത്ത്. അപ്പോഴത്തേക്ക് ആയ്യാനിക്കുണ്ടല്ലോ, ഇക്ക് കാറിന് ഇറങ്ങിയാൽ മതി, അപ്പോൾ ഇക്കൻ്റെ ബാക്കിൽ പോകണം. ഇക്കന്നെ ഒരു മിനിറ്റ് ഇരിക്കാൻ നിൽക്കാൻ പിടിയില്ല കേട്ടോ, അത്ര അതാപത്തിക്കുന്നു. അങ്ങനെ ഇക്കത് കൊടുക്കുമ്പോഴത്തേക്ക് വിചാരിച്ച് ഇതെല്ലാം അവിടെ ഉള്ളതെല്ലാം മുട്ടായി എന്ന് പറഞ്ഞിട്ട്. ആ ലാസ്റ്റ് എന്തോ ഒരു കറുത്തുണ്ടുണ്ട് സാധനം ഉണ്ടായിന്, എന്തെന്നറിയില്ല. ആ സാധനത്തിൽ പോയിട്ട് ചോദിച്ചു അതായിരിക്കും ചോക്ലേറ്റ് എന്ന്. ഇതെല്ലാം പൊടിയെന്ന് കാണുമ്പോൾ ചെക്കനെ വിചാരിച്ച് ഇതെല്ലാം ഉറപ്പായി എനിക്ക്. പിന്നെ ആർന്ന് വെക്കാനൊക്കെ കുറച്ച് കലമ്പിട്ട് നേരെ വന്ന് പെട്രോൾ പമ്പ് ഇട്ടിട്ടാ. ഇവിടെ വലിയ ആളാന്നുള്ളത്, ഇച്ചാ പെട്രോള് 500 റുപ്യൻ്റെ പെട്രോൾ അടിക്കുന്നെല്ലാം പറയുന്നുള്ളത്. പിന്നെ എന്തൊക്കെ നേരെ വിട്ടിട്ടാ നേരെ എന്താ പറയുക ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിന്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻറ്റിനെല്ലാം കണ്ട് കസിനെല്ലാം കണ്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ നെയ്ച്ചോറും ഇറച്ചിക്കറി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ഗൈസ് ഞാൻ ഒരേ പ്ലേറ്റിൽ ചോറ് വയ്ക്കുന്നുള്ളത്, അതിൻ്റെ എത്ര ഹാപ്പി വേറൊന്നും ഉണ്ടായിട്ടാണ്. ഒരു 14 കൊല്ലത്തിൽ ഫസ്റ്റ് ടൈം നമ്മൾ ഒരേ പ്ലേറ്റിൽ ഒന്നിച്ച് ചോറ് വയ്ക്കുന്നുള്ളത്. പിന്നെ നേരെ ചോറെല്ലാം കഴിച്ച് കുറച്ച് നേരം ആടെ ഇരുന്ന് പിന്നെ നമ്മൾ പോവാൻ നിൽക്കുന്നില്ലത് കേട്ടോ. നല്ല ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെ തന്നെ പോയി. ഞാൻ മുകളിൽ താഴെ നോക്കുമ്പോൾ എൻ്റെ പഠിച്ചോനെ ഒരു പേടിയായി എനിക്ക്. പിന്നെ നമ്മൾ നേരത്തെ പോകാൻ നിൽക്കുന്നില്ലത് ഗൈസ്. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് സംഭവം, എൻ്റെ വീഡിയോ ഏതെല്ലാം നാട്ടിലത്തവർ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ആക്കുക കേട്ടോ പ്ലീസ്, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും ഹാർട്ടും ലൈക്കും കമൻറ്റും അടിക്കുക. പിന്നെ നമ്മൾ നേരെ റിട്ടേൺ പോകുന്നില്ലത് കേട്ടോ. ഒരു 3 മണിയെല്ലാം ആയിട്ടുണ്ടായിന്. അപ്പോഴത്തേക്ക് റിട്ടേൺ പോകുന്നില്ലത്. പോകുന്ന വഴിക്ക് അയന് നല്ല ഉറക്കം ഉറങ്ങിയിട്ട് അവർക്ക് വിചാരിച്ച അയന് തന്നെ ആയാൽ മതിയായിരുന്നു. അന്ന് ഇങ്ങനെ ഉമ്മാരെ മടിമ കയറിയിട്ടിരുന്ന് കടന്നാൽ മതിയായിരുന്നില്ലേന്ന്. അതിനിടയിൽ നമ്മൾ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തിച്ചിട്ട് എനിക്കൊന്നും കുടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാ. പിന്നെ അവരും ചായ കുടിച്ച് നമ്മൾ നേരെ പോയി കഴിച്ചാൽ